ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം 1. വീഴുന്ന വെള്ളം സൂര്യനിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്യുന്നു. 2. വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. 3. അടിയിലുള്ള വെള്ളത്തിന് കൂടുതൽ സ്ഥിതികോർജ്ജമുണ്ട്. 4. നദീതടത്തിലെ പാറ ചൂട് പുറപ്പെടുവിക്കുന്നു. ഉത്തരം 2. വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. 2. അന്തരീക്ഷമർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് 1. അതേ താപനിലയിൽ തിളയ്ക്കുന്നു. 2. ഉയർന്ന താപനിലയിൽ തിളയ്ക്കുന്നു. 3. കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. 4. തിളയ്ക്കുന്നില്ല. ഉത്തരം 3. കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. 3. താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവമല്ലാത്തത് ഏത്? 1. ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. 2. നിശ്ചിത വേഗതയുണ്ട്. 3. ഊർജ്ജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും. 4. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഉത്തരം 4. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. 4. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? 1. സ്പേസ് എക്സ്. 2. നാസ. 3. DRDO. 4. സ്കൈറൂട്ട് എയറോസ്പേസ്. ഉത്തരം 1. സ്പേസ് എക്സ്. 5. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? 1. 0. 2. 7 താഴെ. 3. 7. 4. 7 മുകളിൽ. ഉത്തരം 4. 7 മുകളിൽ.